അസ്സലാമലൈക്കും. നമ്മളല്ലാതെ ആരുമില്ല. നമ്മളെല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് സുമയ്യ എന്നാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കണം. ഈ പുണ്യമാസത്തിൽ നോമ്പ് നോറ്റിട്ട് നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. എനിക്ക് 2 ചെറിയ മക്കളാണ്. അവരെ ഓർത്തെങ്കിലും നിങ്ങൾ സഹായിക്കണം. എൻ്റെ മക്കൾക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ കുട്ടികൾക്ക് വേറെ ആരുമില്ല. എൻ്റെ മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ഈ പുണ്യമാസത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഒരു നിവർത്തിയില്ലാത്ത കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത്. നിങ്ങൾ തട്ടിക്കളയരുത്. എൻ്റെ മക്കളെ വിചാരിച്ചെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം, കൈവിടരുത്. നിങ്ങളെല്ലാവരും എൻ്റെ മകൾക്ക് വേണ്ടി സഹായിക്കണം. എൻ്റെ മകളെ 2 കിഡ്നിയും തകരാറിലായി. എൻ്റെ മകൾക്ക് ഈ റമളാൻ മാസത്തിന്റെ ഹക്ക് കൊണ്ട് 2 ചെറിയ കുട്ടികളാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും, നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ താമസിക്കുന്ന സുമയ്യാൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇവിടൊക്കെ മുമ്പിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. സുമയ്യാക്ക് കിഡ്നി പ്രോബ്ലമാണ് 2 വർഷമായി തുടങ്ങിയിട്ട്. 1 വർഷമായി ഡയാലിസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ആഴ്ചയിൽ 3 ഡയാലിസ് ആയിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയൊക്കെ നാട്ടുകാരുടെയും ഈ കുടുംബത്തിൻ്റെ ഒക്കെ സഹായം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയത്. ഇപ്പം എത്രയും പെട്ടെന്ന് കോഴിക്കോട് ആസ്ട്രോ മിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇസ്മയിൽ ഡോക്ടറെയാണ് ഇവർ കാണിക്കുന്നത്, സർജറിക്ക് മാത്രം 7 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു നിവൃത്തിയുമില്ല. സുമയ്യാക്ക് 2 മക്കളാണ്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. 8 വയസ്സാണ് ആൺകുട്ടിക്ക് ആയിട്ടുള്ളത്. 5 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ഭർത്താവാണെന്നുണ്ടെങ്കിൽ ടിപ്പർ ഓടിക്കുകയാണ്, ഡ്രൈവറാണ്, കൂലിപ്പണിയാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പുണ്യമാസത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. 31 വയസ്സാണ് സുമയ്യാക്ക് ആയിട്ടുള്ളത്. ഈ താത്ത ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഈ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഴയ ജീവിതത്തിലേക്ക് അവളെ തിരിച്ചു കൊടുക്കണം. 2 മക്കൾക്കും ഉമ്മാന്ന് വിളിക്കാൻ വേണ്ടി അവളല്ലാണ്ട് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അത്രയും നിവർത്തികേട് കാരണം കൊണ്ടാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വാർഡ് മെമ്പറും മഹല് കമ്മിറ്റിയും അതുപോലെ തന്നെ പൊതുജനങ്ങളായിട്ടുള്ള ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാണ്ട് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുന്നത് ഈ കുടുംബത്തിന് സുമയ്യാക്ക് പഴയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡോണർ പുറമേ നിന്നാണ്. സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരും. ഈ വീഡിയോ പരമാവധി എല്ലാ ആളുകളും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മഹലിൽപ്പെട്ട ഒരു കുടുംബമാണ്. വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. വലിയ ഒരു അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അവരെ നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ കുടുംബത്തെ നിങ്ങൾ സഹായിക്കുക. ആ സഹോദരിയെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ചെറുപ്പക്കാരിയായ ഒരു സഹോദരിയാണ്. ചെറിയ 2 പിഞ്ചുമക്കളുള്ള സഹോദരിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്നവരൊക്കെ അതിന് അകമൊഴിഞ്ഞ് സഹായിച്ച് നമ്മളാൽ കഴിയുന്ന സംഖ്യ, അത് ചെറുതോ വലുതോ ആവട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നൽകി അവരെ ആ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ മഹലിൻ്റെ പ്രസിഡന്റ് മുസ്തഫ. നമ്മുടെ മഹലിലെ നിർധരരായ ഒരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു ചെറിയ 2 പിഞ്ചു മക്കളാണുള്ളത്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ സഹോദരിയെ, ചെറുപ്പക്കാരിയായ ഒരു സഹോദരിയാണ്. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ പുണ്യമാസത്തിലെ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ മഹലിൻ്റെ സെക്രട്ടറിയാണ്. അത്രയും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് ഇതുള്ളത്. എല്ലാവരും ഉദാരമായി ഈ കുട്ടിയെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുക. ഞാൻ മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്തിലുള്ള സുമയ്യയ്ക്ക് കിഡ്നി തകരാറിലായതുകൊണ്ട് വളരെ അടിയന്തരമായ ശസ്ത്രക്രിയ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. 2 ചെറിയ കുട്ടികളാണ് ഇവർക്കുള്ളത്. അടിയന്തരമായി ഈ ശസ്ത്രക്രിയ ചെയ്യുവാൻ വേണ്ടി എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പറാണ് ഞാൻ.
എൻ്റെ വാർഡിൽ താമസിക്കുന്ന സുമയ്യ എന്ന പെൺകുട്ടിക്ക് അവർക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി വന്നിരിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും ഈ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വളവ് മഹലിൽ താമസിക്കുന്ന സുമയ്യ എന്ന് പറയുന്ന കുട്ടി, അവരുടെ കുടുംബം വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ്. ഭർത്താവിൻ്റെ കുടുംബമാണെങ്കിലും അവരെല്ലാം സാധാരണക്കാരായിട്ടുള്ള കൂലിക്കാരാണ്. അവർക്ക് 2 മക്കളാണുള്ളത്. ഒരു കുട്ടിക്ക് 8 വയസ്സും ഒരു കുട്ടിക്ക് 5 വയസ്സും. 2-2.5 വർഷക്കാലമായിട്ട് ആ കുട്ടി കിഡ്നിയുമായി സംബന്ധമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. അടിയന്തരമായി ഒരു ഓപ്പറേഷൻ ആ കുട്ടിക്ക് വേണം. അതിന് നമ്മളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ആ കുട്ടിയെയും ആ കുടുംബത്തെയും രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ സുമയ്യാൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേയും ഫോൺ പേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ടൊക്കെ പറ്റാവുന്നത് 1 രൂപയാണെങ്കിൽ പോലും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം. 5 വയസ്സായി മോൾക്ക്, അതേപോലെ 8 വയസ്സായി മോന് അവരുടെ ഉമ്മാനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുണ്യമാസത്തിൽ എല്ലാ ജനങ്ങളുടെ മുമ്പിലും പ്രവാസികളുടെ മുമ്പിലൊക്കെ ഈ കുടുംബം കൈ നീട്ടുന്നത്. ആരും തട്ടി മാറ്റി കളയരുത്. ഞാൻ ഈ വീഡിയോയിൽ ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ എസ്റ്റിമേറ്റ്, ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാക്ഷ്യപത്രം, ഇവരുടെ വാർഡ് മെമ്പറുടെ മഹല് കമ്മിറ്റിയുടെ ഒക്കെ കത്തും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. പറ്റാവുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ഒരു കുടുംബം പോലെ കണ്ടുകൊണ്ട് സുമയ്യാനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. ആരും ഈ വീഡിയോ തട്ടി മാറ്റി കളയരുത്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഫാമിലി ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും എന്തൊക്കെ രീതിക്ക് നിങ്ങൾക്ക് ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സഹായിക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.